ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. 5 കോടിയിൽ പരം രൂപയുടെ നെഹ്റു വിജ്ഞാൻ സ്കോളർഷിപ്പുകൾ. Nehru Group of Institutions. നമസ്കാരം. ജില്ലാ വാർത്തകൾ. സർക്കാർ നടപ്പിലാക്കുന്ന നല്ല കാര്യങ്ങളിൽ അഭിമാനിക്കുന്നുവെങ്കിലും ട്രാൻസ്പോർട്ട് പെൻഷനറായ ഞാനും കുടുംബവും നിരാശയിലാണ്. മുഖ്യമന്ത്രിക്ക് KSRTC പെൻഷൻകാർ എഴുതിയ തുറന്ന കത്തിലെ ആദ്യ വരിയാണിത്. പെൻഷൻ മുടങ്ങിയിട്ട് മാസങ്ങൾ പിന്നിട്ടും നടപടികൾ സ്വീകരിക്കാതിൽ പ്രതിഷേധിച്ച് ജീവനക്കാർ സമരത്തിനിറങ്ങിക്കഴിഞ്ഞു. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്ക് ശേഷം. ഭരണത്തിന്റെയും പോലീസിന്റെയും തണലിൽ നിയമവാഴ്ച തകർക്കാനുള്ള CPM ശ്രമങ്ങളെ ജനം ഒറ്റക്കെട്ടായി തോൽപ്പിക്കുമെന്ന് മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റി. കഴിഞ്ഞ ദിവസം നന്ദിയിൽ നടന്ന ആക്രമണം ഇതിന്റെ ഭാഗമാണെന്ന് ഉമ്മർ പാണ്ടികശാല. കർഷകർക്ക് നൽകേണ്ട ആനുകൂല്യങ്ങൾ നൽകാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്ന് DKTF സംസ്ഥാന പ്രസിഡന്റ് ജോയ് മാളിയേക്കൽ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കർഷകരുടെ ധർണ. സബ് ജൂനിയർ സ്റ്റേറ്റ് ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന് കോഴിക്കോട് തുടക്കം. വിശദമായ വാർത്തകളിലേക്ക്. ഭരണത്തിന്റെയും പോലീസിന്റെയും തണലിൽ നിയമവാഴ്ച തകർക്കാനുള്ള CPM ശ്രമങ്ങളെ ജനം ഒറ്റക്കെട്ടായി ചെറുത്തു തോൽപ്പിക്കണമെന്ന് മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. കൊയിലാണ്ടി നന്ദിയിലെ മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റിന് നേരെ നടന്ന ആക്രമണവും ഇതിന്റെ ഭാഗമാണെന്ന് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് ഉമ്മർ പാണ്ടികശാല വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സമീപകാലത്തായി ജില്ലയുടെ പല ഭാഗങ്ങളിലും CPMഉം BJPയും പരസ്പരം കുത്തിയും കൊലപ്പെടുത്തിയുമുള്ള അക്രമങ്ങൾ നടന്നു വരികയായിരുന്നു. കണ്ണൂരിൽ നടക്കുന്നതുപോലെ കോഴിക്കോട് ജില്ലയിലും അക്രമങ്ങൾ അരങ്ങേറ്റാനുള്ള ഒരു ഗൂഢാലോചന CPMന്റെ ഭാഗത്തു നിന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കോഴിക്കോട് ജില്ലയിൽ TP വധത്തെ അനുസ്മരിപ്പിക്കും വിധം CPM ആസൂത്രിതമായി അക്രമങ്ങൾക്ക് കൂട്ടുനിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രി കൊയിലാണ്ടി നന്ദിയിലെ മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് PP കരീമിനെതിരെ നടന്ന ക്രൂരമായ ആക്രമണം ഇതിന്റെ ഉദാഹരണമാണ്. ആക്രമിക്കപ്പെട്ടവർ തന്നെ പ്രതികളാകുന്ന വിചിത്രമായ രീതിയാണ് ഇപ്പോഴുള്ളത്. നീതി ലഭിച്ചില്ലെങ്കിൽ അതിശക്തമായ പ്രക്ഷോഭത്തിന് മുസ്ലിം ലീഗ് തയ്യാറാകുമെന്നും നേതാക്കൾ പറഞ്ഞു. കർഷകരുടെ തടഞ്ഞുവെച്ച ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്ന് ദേശീയ കർഷക തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജോയ് മാളിയേക്കൽ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആദായ നികുതി ഓഫീസിന് മുന്നിൽ നടന്ന ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ ദേശീയ കർഷക തൊഴിലാളി ഫെഡറേഷൻ ആദായ നികുതി ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. കർഷക തൊഴിലാളി ക്ഷേമനിധി കുടിശ്ശിക മുഴുവൻ ആനുകൂല്യങ്ങളും ഉടൻ വിതരണം ചെയ്യുക, തൊഴിലുറപ്പ് കൂലി കുടിശ്ശിക ഉടൻ വിതരണം നടത്തുക, പാട്ടക്കരാർ കാലാവധി കഴിഞ്ഞ ഭൂമി സർക്കാർ തിരിച്ചുപിടിച്ച് ഭൂരഹിത കർഷക തൊഴിലാളികൾക്ക് വിതരണം നടത്തുക, രണ്ടാം ഭൂപരിഷ്കരണം നടപ്പാക്കുക, ക്ഷേമനിധി ആനുകൂല്യങ്ങളിൽ കേന്ദ്രം നടത്തിയ തിരുത്തലുകൾ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ധർണ നടത്തിയത്. ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജോയി മാളിയേക്കൽ ഉദ്ഘാടനം ചെയ്തു. കർഷകരുടെ തടഞ്ഞുവെച്ച ആനുകൂല്യങ്ങൾ ഉടൻ തന്നെ വിതരണം ചെയ്യാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. ഇടതുപക്ഷ സർക്കാർ അധികാരത്തിലേറിയതു മുതൽ പാവപ്പെട്ടവന് ബുദ്ധിമുട്ടുകളാണ് നൽകിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഞങ്ങൾ വന്നാൽ എല്ലാം ശരിയാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിൽ വന്ന ആളുകൾ പാവപ്പെട്ട തൊഴിലാളി വർഗത്തിന് വേണ്ടി, അധ്വാന വർഗത്തിന് വേണ്ടി നിലനിൽക്കുന്നു എന്ന് പറയുന്ന ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഇന്ന് അധികാരത്തിൽ വന്ന 1 വർഷം പിന്നിട്ട് കഴിഞ്ഞു. 2 ബഡ്ജറ്റ് അവതരിപ്പിച്ചു കഴിഞ്ഞു. ഈ 2 ബഡ്ജറ്റുകളിലും കർഷക തൊഴിലാളി മേഖലയിലെ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുന്നതിന് വേണ്ടി യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത.
ജില്ലാ പ്രസിഡന്റ് ശ്രീധരൻ മനാച്ചേരി അധ്യക്ഷത വഹിച്ചു. EC രാമചന്ദ്രൻ, VT സുരേന്ദ്രൻ, ശശിധരൻ കരിമ്പാനപ്പാലം, KP ഹരിദാസൻ തുടങ്ങിയവർ ധർണയ്ക്ക് നേതൃത്വം നൽകി. സബ് ജൂനിയർ സ്റ്റേറ്റ് ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന് കോഴിക്കോട് തുടക്കമായി. സബ് ജൂനിയർ നാഷണൽ ചാമ്പ്യൻഷിപ്പിലേക്കുള്ള കേരള ടീമിനെ ഈ ഗെയിമിൽ നിന്നും തെരഞ്ഞെടുക്കും. സബ് ജൂനിയർ സ്റ്റേറ്റ് ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന് കോഴിക്കോട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ തുടക്കമായി. ജില്ലകൾ തമ്മിലുള്ള മത്സരത്തിൽ 610ഓളം ഗെയിമുകളാണ് 5 ദിവസങ്ങളിലായി നടക്കുക. 600-ലധികം പേരാണ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാനെത്തിയത്. 8 കോർട്ടുകളിലായാണ് മത്സരങ്ങൾ നടക്കുക. അടുത്ത വർഷം നടക്കുന്ന സബ് ജൂനിയർ നാഷണൽ ചാമ്പ്യൻഷിപ്പിലേക്കുള്ള കേരള ടീമിനെ ഈ ചാമ്പ്യൻഷിപ്പിൽ നിന്നുമാണ് തിരഞ്ഞെടുക്കുക. കേരള ബാഡ്മിന്റൺ അസോസിയേഷന്റെയും ജില്ലാ ബാഡ്മിന്റൺ അസോസിയേഷന്റെയും ആഭിമുഖ്യത്തിലാണ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്. വ്യാഴാഴ്ച വൈകിട്ട് 5 മണിക്ക് MK രാഘവൻ MP പരിപാടി ഉദ്ഘാടനം ചെയ്യും. മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ വികസനം ഉറപ്പുവരുത്തുക, രോഗികളോട് കാണിക്കുന്ന വിവേചനം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ കൂട്ടധർണ സംഘടിപ്പിച്ചു. സംസ്ഥാന പ്രസിഡന്റ് ആപ്പാഞ്ചിറ പൊന്നപ്പൻ ഉദ്ഘാടനം ചെയ്തു. മലബാർ മേഖലയിലെ രോഗികൾ ആശ്രയിക്കുന്ന മെഡിക്കൽ കോളേജിൽ അടിസ്ഥാന സൌകര്യങ്ങൾ പോലുമില്ലെന്നാണ് സമരക്കാരുടെ ആരോപണം. ഡെങ്കിപ്പനി, എലിപ്പനി പോലുള്ള പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുമ്പോൾ ആവശ്യത്തിന് ഡോക്ടർമാരോ അതിനനുപാതത്തിൽ നഴ്സുമാരുടെ സേവനമോ ആശുപത്രിയിൽ ലഭ്യമല്ല. രോഗികൾ ആശുപത്രി വരാന്തയിലിരുന്നാണ് ചികിത്സ തേടുന്നത്. മെഡിക്കൽ സൌകര്യങ്ങളോ മരുന്നുകളോ പോലും ലഭ്യമാകുന്നില്ലെന്നും സമരക്കാർ ആരോപിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് മെഡിക്കൽ കോളേജിന്റെ പോരായ്മകൾ പരിഹരിക്കാൻ അധികാരികൾ തയ്യാറാവണമെന്ന ആവശ്യവുമായി കേരള ജനതാ പാർട്ടി ധർണാ സമരം നടത്തിയത്. മെഡിക്കൽ കോളേജ് പ്രധാന കവാടത്തിനു മുന്നിൽ നടന്ന കൂട്ടധർണ സംസ്ഥാന പ്രസിഡന്റ് ആപ്പാഞ്ചിറ പൊന്നപ്പൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ജനറൽ സെക്രട്ടറി രാംദാസ് വേങ്ങേരി, ജില്ലാ പ്രസിഡന്റ് സദാനന്ദൻ, M കിഷോർ, BM ചന്ദ്രികാജേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ഇവിടെ മാറി മാറി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണകർത്താക്കൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ടോ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ ഒന്നും തന്നെ ചെയ്യാതെ സ്വകാര്യ ആശുപത്രികളെ, സ്വകാര്യ സ്ഥാപനങ്ങളെ സംരക്ഷിക്കുക എന്നുള്ള ഒരു നയമാണ് ഇവിടെ ഇടതുപക്ഷവും വലതുപക്ഷവും എടുത്തിരിക്കുന്നത്. ഇതിനെതിരെയുള്ള ശക്തമായുള്ള പോരാട്ടം കേരള ജനതാ പാർട്ടി ഇറങ്ങിയിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ കൂട്ടധർണ ഇവിടെ നടത്തുന്നത്. ജനസംഖ്യാ നിയന്ത്രണം പരിഷ്കൃത സമൂഹത്തിന്റെ കടമയാണെന്നും ജീവിതം സന്തോഷപ്രദമാക്കാൻ ആസൂത്രണം ആവശ്യമാണെന്നും മന്ത്രി KK ശൈലജ. പേരാമ്പ്ര താലൂക്ക് ആശുപത്രിയിൽ ലോക ജനസംഖ്യാ ദിനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ജനസംഖ്യാ നിയന്ത്രണം പരിഷ്കൃത സമൂഹത്തിന്റെ കടമയാണെന്നും ജീവിതം സന്തോഷപ്രദമാക്കാൻ ആസൂത്രണം ആവശ്യമാണെന്നും മന്ത്രി KK ശൈലജ പറഞ്ഞു. പേരാമ്പ്ര താലൂക്ക് ആശുപത്രിയിൽ ലോക ജനസംഖ്യാ ദിനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. 25 വീടുകൾക്ക് ഒരു പുരുഷനും 2 സ്ത്രീകളും അടങ്ങുന്ന സ്ക്വാഡ് രൂപീകരിച്ച് പ്രതിരോധ പ്രവർത്തനങ്ങളും ബോധവൽക്കരണവും ശക്തിപ്പെടുത്തണമെന്നും മന്ത്രി പറഞ്ഞു. അതിൽ കേരളം ജനസംഖ്യാ നിയന്ത്രണത്തിൽ വളരെ മുന്നിലാണ്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളും അത്ര മുന്നിലല്ല, കേരളം വളരെ മുന്നിലാണ്. ഇപ്പൊ ജനസംഖ്യയുടെ വളർച്ചാ നിരക്ക് 0-ലേക്ക് വരികയാണ്. കേരളത്തിലെന്ന വളർച്ചാ നിരക്ക് കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ട്, പക്ഷേ കേരളത്തിൽ പൊതുവെ വളർച്ചാ നിരക്ക് 0-ലേക്ക് വന്നിരിക്കുകയാണ്. ലോക ജനസംഖ്യ 760 കോടി കവിഞ്ഞു. പേരാമ്പ്ര പഞ്ചായത്ത് പ്രസിഡന്റ് KM റീന അധ്യക്ഷയായി. ജില്ലാ RTH ഓഫീസർ ഡോക്ടർ സരള നായർ ദിനാചരണ സന്ദേശം നൽകി. ബ്ലോക്ക് ആരോഗ്യ സ്ഥിരസമിതി ചെയർപേഴ്സൺ EP കാർത്തിയാനി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജിത കൊമ്മിണിയോട്ട്, പഞ്ചായത്ത് അംഗം രതി രാജീവ്, ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ EB ബിജോയ്, സ്റ്റേറ്റ് മാസ് മീഡിയ ഓഫീസർ അനിൽകുമാർ, പേരാമ്പ്ര മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KP വിനോദ് കുമാർ എന്നിവർ സംസാരിച്ചു. ലോക ജനസംഖ്യാ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട പ്രശ്നോത്തരി മത്സരത്തിലെയും പോസ്റ്റ് രചനാ മത്സരത്തിലെയും വിജയികളായ വിദ്യാർത്ഥികൾക്ക് മന്ത്രി ഉപഹാരം നൽകി. ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ RL സരിത സ്വാഗതവും DMO ഡോക്ടർ A ആശാദേവി നന്ദിയും പറഞ്ഞു. വാർത്തകളിൽ ഒരു ഇടവേള. ടൂറിസം, ട്രാവൽ, ഹോട്ടൽ, റിസോർട്ട്
കാറ്ററിംഗ് ഉൾപ്പെടുന്ന ഹോസ്പിറ്റാലിറ്റി മേഖലയിൽ ഉന്നത ജോലിയും ഉയർന്ന ശമ്പളവും ഉറപ്പു നൽകുന്ന ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റാലിറ്റി കോഴ്സുകൾ കേന്ദ്ര സർക്കാരിന്റെ അംഗീകാരമുള്ള സ്റ്റഡ് കൗൺസിലിന്റെ ഫ്രാഞ്ചൈസിയായ ട്രാവൽ ആൻഡ് ടൂറിസം സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് രാമനാട്ടുകരയിൽ ആരംഭിക്കുന്ന ആദ്യ ബാച്ചിലേക്ക് അഡ്മിഷൻ തുടരുന്നു. പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് സൗകര്യമുള്ള കോഴ്സിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 0494244299 2729722. കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്ക് 10,000 രൂപ നിക്ഷേപിക്കുമ്പോൾ ഒരു വർഷം കഴിഞ്ഞ് നിക്ഷേപമുള്ള കാലം വരെയും 5 ലക്ഷം രൂപ വരെയുള്ള ക്യാൻസർ ചികിത്സ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ക്യാൻസർ ആശുപത്രികളിൽ ഒന്നായ MVR ക്യാൻസർ സെന്റർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും സൗജന്യമായി ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9446383311. വിദ്യാഭ്യാസ രംഗത്ത് വിജയത്തിന്റെയും വിശ്വാസത്തിന്റെയും ഉത്കൃഷ്ടമായ 50 വർഷങ്ങൾ സമ്മാനിച്ച നെഹ്റു ഗ്രൂപ്പിന്റെ കോളേജുകളിൽ ഗവൺമെന്റ് ഫീസിനേക്കാൾ കുറവിൽ പഠിക്കാൻ സുവർണാവസരം. 5 കോടിയിൽ പരം രൂപയുടെ നെഹ്റു വിജ്ഞാൻ സ്കോളർഷിപ്പുകൾ, മറ്റാർക്കും നൽകാനാവാത്ത ഫീസ് ഇളവുകൾ. എല്ലാ കോഴ്സുകളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നെഹ്റു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതെ, നിങ്ങളല്ലേ എനിക്കിപ്പോഴും ഡ്രസ്സ് വാങ്ങിച്ചിരുന്നേ. ഇത്തവണ ഞാൻ വാങ്ങിച്ചുതരാം. പേടിക്കണ്ട, ഈ വർഷത്തെ ഏറ്റവും പുതിയ കളക്ഷനാ. നിങ്ങൾക്ക് മാത്രമല്ല, ഫുൾ ഫാമിലിക്കും ഉണ്ട്. ഒന്നല്ല 2 സെറ്റ് വീതം. കല്യാൺ സിൽക്സിന്റെ ആഡി സെയിൽ തുടങ്ങിയല്ലേ? ഇങ്ങനെ മനസ്സിലായി. പുതിയ കളക്ഷൻ, ഫുൾ ഫാമിലി, 2 സെറ്റ്. ഇതിൽ കൂടുതൽ എന്ത് ക്ലൂ വേണമടാ? കല്യാൺ സിൽക്സിന്റെ സ്വന്തം പ്രൊഡക്ഷൻ ഹൗസുകളിൽ ഇൻ ഹൗസ് ഡിസൈനർമാർ ഒരുക്കുന്ന കളക്ഷനുകളാണ് 50% വരെ വിലക്കുറവ് ആഡി സെയിലിനായി എത്തുന്നത്. കല്യാൺ സിൽക്സ് ആഡി സെയിൽ 2017 ഏറ്റവും പുതിയ കളക്ഷനുകൾ 10 മുതൽ 50% വരെ വിലക്കുറവിൽ. ഇപ്പൊ വാങ്ങിയാൽ ഇരട്ടി വാങ്ങാം. I need is you by my side, so shine forever, world's finest gold. You will never be far, like stars on the night sky, raining deep in my heart. Chemanur. Bobby Chemanur International Jewelers. വാർത്തകൾ തുടരുന്നു. കാരപ്പറമ്പ് ആത്മ AUP സ്കൂളിൽ പി കരുണാകരൻ സ്മാരക കെട്ടിടം ഉയർന്നു. പ്രദീപ് കുമാർ MLA ഉദ്ഘാടനം ചെയ്തു. പല മാനേജ്മെന്റ് സ്കൂളുകളുടെയും തകർച്ചയ്ക്ക് പിന്നിൽ മാനേജർമാരാണെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ നിർവൃതിയിലാണ് കാരപ്പറമ്പ് ആത്മ AUP സ്കൂൾ. പുതിയ അധ്യയന വർഷത്തിലേക്ക് ചുവടുവയ്ക്കുമ്പോൾ സ്കൂളിന് സ്വന്തമായി പുതിയ കെട്ടിടം കൂടി ഉയർന്നു കഴിഞ്ഞു. സ്കൂളിൽ നടന്ന ചടങ്ങിൽ പി കരുണാകരൻ സ്മാരക കെട്ടിടം പ്രദീപ് കുമാർ MLA ഉദ്ഘാടനം ചെയ്തു. പല മാനേജ്മെന്റ് സ്കൂളുകളുടെയും തകർച്ചയ്ക്ക് കാരണം മാനേജർമാരാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. ഇവർ സ്കൂളുകളുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാണ്. ഇത്തരക്കാരെ അകറ്റിയെങ്കിൽ മാത്രമേ വിദ്യാഭ്യാസ സംരക്ഷണം സാധ്യമാവുകയുള്ളൂവെന്നും MLA കൂട്ടിച്ചേർത്തു. ഇപ്പോൾ നാട്ടിൽ പൊതുവായുള്ള ഒരു പ്രവണത ഇത്തരം സ്കൂളുകൾ കൊണ്ടു നടക്കാൻ താല്പര്യമില്ലാത്ത മാനേജ്മെന്റിനെ കുറേയേറെ നമ്മളിപ്പോൾ കാണുന്നുണ്ട്. ഇതുപോലുള്ള സ്കൂളൊക്കെ അടച്ചുപൂട്ടാനുള്ള അനുമതിക്കായി സർക്കാരിൽ അപേക്ഷ കൊടുത്ത് കാത്തിൽ നിൽക്കുന്ന മാനേജർമാരാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ ഒരു പ്രത്യേകത കാണുന്നത് ഇവിടുത്തെ മാനേജ്മെന്റ്. ചടങ്ങിനോടനുബന്ധിച്ച് വേങ്ങേരി സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് പ്രൊഫസർ PT അബ്ദുൽ ലത്തീഫ് ഫർണിച്ചർ വിതരണോദ്ഘാടനം നിർവഹിച്ചു. AEO ജനാർദ്ദനൻ ഫർണിച്ചർ ഏറ്റുവാങ്ങി. വാർഡ് കൌൺസിലർ MM ലത അധ്യക്ഷയായിരുന്നു. സ്കൂൾ HM KD സിസിലിയ, PV ബിനീഷ് കുമാർ, K ഭാർഗവൻ, കടശ്ശേരി ബാബു, വിപുൽനാഥ്, PT ഹനീഫ ഹാജി, K ഷിനോദ് കുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. പെൻഷൻ വിതരണത്തിലെ അനിശ്ചിതത്വം ഒഴിവാക്കുക എന്ന ആവശ്യമുയർത്തി KSRTC പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ അനിശ്ചിതകാല സമരം നടത്തുന്നു. KSRTC പരിസരത്ത് നടത്തുന്ന ധർണ NGO യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് പ്രേമകുമാർ ഉദ്ഘാടനം ചെയ്തു. പെൻഷൻ വിതരണത്തിലെ അനിശ്ചിതത്വം ഒഴിവാക്കണമെന്ന ആവശ്യമുയർത്തിയാണ് KSRTC പെൻഷനേഴ്സ് ഓർഗനൈസേഷന്റെ ആഭിമുഖ്യത്തിൽ അനിശ്ചിതകാല ധർണ നടത്തുന്നത്. പെൻഷൻ മാസത്തിലെ ആദ്യ പ്രവൃത്തി ദിവസം തന്നെ വിതരണം ചെയ്യുക, പെൻഷൻ ചുമതല സർക്കാർ ഏറ്റെടുക്കുക, KSRTCക്കുള്ള ഡീസൽ നികുതി 24% നിന്ന് 4% കുറവ് ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങളും ധർണയിൽ ഉയർന്നു. KSRTC പരിസരത്ത് നടന്ന അനിശ്ചിതകാല സമരം NGO യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് പ്രേമകുമാർ ഉദ്ഘാടനം ചെയ്തു. നിങ്ങളിപ്പോൾ ഇവിടെ ഇരുന്ന് സമരം ചെയ്യുകയാണ്. എന്നാൽ തമിഴ്നാട്ടിലെ കർഷകർ, ഞാനന്ന് ഡൽഹിയിലെ ജന്തർ മന്ദിറിലുണ്ടായിരുന്നു, അവിടെ സമരം ചെയ്യുന്നത് മൂത്രം കുപ്പിയിൽ ഒഴിച്ച് കുടിക്കുകയാണ്. വലിയ
കടിച്ചു തിന്നുകയാണ് കർഷകൻ. പുതിയ സമരരീതിയിലേക്ക് ഭരണാധികാരികളുടെ കണ്ണു തുറപ്പിക്കാൻ ഇത്ര ദൈന്യതയേറിയ അവസ്ഥയിൽ ഇന്ത്യ രാജ്യത്തെ കർഷകനെ കൊണ്ടുചെന്നെത്തിച്ചത് ഈ രാജ്യത്ത് നരേന്ദ്രമോദിയുടെ 3 വർഷത്തെ ഭരണമാണ്. കർഷകർ കോഴിക്കോട് യൂണിറ്റ് സെക്രട്ടറി KM ഗോപാലൻകുട്ടി, ജില്ലാ സെക്രട്ടറി N ശശിധരൻ, സംസ്ഥാന കമ്മിറ്റി അംഗം PP കുട്ടിക്കൃഷ്ണൻ, PM അശോകൻ, N രാരിക്കുട്ടി തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. എക്സ് സർവീസ് ഹെൽപ്പ് ലൈൻ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ വിമുക്ത ഭട ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി റൈറ്റ് സൊല്യൂഷൻസ് ഇന്ത്യ വെൽഫെയർ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ ഉദ്ഘാടനം ചെയ്തു. സർവീസ് പെൻഷൻ പുതുക്കുന്ന രീതി, നമ്മൾ പട്ടാളത്തിൽ പോയിരുന്ന സമയത്ത് എന്താണ് നമ്മുടെ ബേസിക്? ആ ബേസിക്കിനെ 7ാം ശമ്പള കമ്മീഷനിലേക്ക് കൊണ്ടുവരും. 7ാം ശമ്പള കമ്മീഷനിലേക്ക് കൊണ്ടുവന്നിട്ട് അതിന്റെ 50% സർവീസ് പെൻഷനും അതിന്റെ 30% ഫാമിലി പെൻഷനായിരിക്കും. അതുകൊണ്ട് സമയമെടുക്കും. നമ്മുടെ പട്ടാളക്കാരെ സംബന്ധിച്ചിടത്തോളം, അതർവൈസിനെ സംബന്ധിച്ചിടത്തോളം രേഖകൾ മുഴുവൻ റെക്കോർഡ് ഓഫീസിൽ ഇല്ലെങ്കിൽ അതെങ്ങനെ പരിഹരിക്കണം എന്നുള്ള തീരുമാനത്തിൽ എത്താത്തത് കൊണ്ടാണ് ഓർഡർ വരാത്തത്. അതിന്റെ മെച്ചം ചോദിച്ചാൽ ഒരു സുഖദാനം എടുക്കുക, അല്ലെങ്കിൽ ഒരു അവതാരം എടുക്കുക. 24 കൊല്ലം സർവീസ് ചെയ്ത ഒരു അവതാരം, അയാൾ 20ാമത്തെ കൊല്ലത്തിൽ അവതാറായി, 24ാമത്തെ കൊല്ലത്തിൽ വന്നു. അയാൾ എത്ര കൊല്ലം സർവീസ് ചെയ്തു അവതാറായിട്ട്? 4 കൊല്ലം. 23ാമത്തെ കൊല്ലത്തിലാണ് അവതാറായി, 24ാമത്തെ കൊല്ലത്തിൽ വന്നു. എത്ര കൊല്ലം സർവീസ് ചെയ്തു? 1 കൊല്ലം. കോഴിക്കോട് ജില്ലയിലെ സഹകരണ ആശുപത്രിയിലെ നവീകരിച്ച നേത്രരോഗ ചികിത്സാ വിഭാഗം അത്യാധുനിക സൗകര്യങ്ങളോടെ ജൂലൈ 14 മുതൽ ജനങ്ങളിലേക്ക്. 15-ന് സൗജന്യ പ്ലാസ്റ്റിക് സർജറി ക്യാമ്പും സംഘടിപ്പിക്കുമെന്ന് ആശുപത്രി അധികൃതർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കോഴിക്കോട് ജില്ലാ സഹകരണ ആശുപത്രി നേത്രരോഗ ചികിത്സാ വിഭാഗം അത്യാധുനിക സൗകര്യങ്ങളോടെ നവീകരിച്ചിരിക്കുകയാണ്. കമ്പ്യൂട്ടർ ഉപയോഗിച്ചുള്ള നേത്രപരിശോധന, ഗ്ലോക്കോമ, തിമിരം എന്നിവയുടെ നിർണയവും ചികിത്സയും, പ്രമേഹ രോഗികളുടെ നേത്രപരിശോധന, ഓകുലോപ്ലാസ്റ്റി എന്നീ ചികിത്സാ സൗകര്യങ്ങളാണ് ഇവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത്. നവീകരിച്ച നേത്രരോഗ ചികിത്സാ വിഭാഗവും കണ്ണട ഷാപ്പും 2017 ജൂലൈ 14-ന് പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്യും. ജൂലൈ 15 പ്ലാസ്റ്റിക് സർജറി ദിനത്തോടനുബന്ധിച്ച് പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ പ്ലാസ്റ്റിക് സർജറി ക്യാമ്പും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സ്വാതന്ത്ര്യദിനത്തിൽ ജില്ലയിൽ മാലിന്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപനം നടത്തുമെന്ന് മന്ത്രി ഡോക്ടർ തോമസ് ഐസക്. ജില്ലയെ സമ്പൂർണ്ണ ശുചിത്വ ജില്ലയായി മാറ്റുന്നതിന്റെ ഭാഗമായാണ് പ്രഖ്യാപനം. ഹരിത കേരള മിഷന്റെ ജില്ലാ അവലോകന യോഗത്തിലാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. സ്വാതന്ത്ര്യദിനത്തിൽ ജില്ലയിൽ മാലിന്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യം എന്ന പ്രഖ്യാപനം നടത്തുമെന്ന് മന്ത്രി ഡോക്ടർ TM തോമസ് ഐസക് പറഞ്ഞു. നവകേരള മിഷന്റെ ജില്ലാ അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലയെ സമ്പൂർണ്ണ ശുചിത്വ ജില്ലയായി മാറ്റുന്നതിന്റെ ഭാഗമായാണ് മാലിന്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യം എന്ന പ്രഖ്യാപനം. മഴക്കാലത്ത് പടർന്നു പിടിച്ച പകർച്ചവ്യാധി ശുചീകരണ പ്രവർത്തനങ്ങൾ വിപുലപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത ഓർമ്മപ്പെടുത്തുകയാണ്. പകർച്ചവ്യാധി പടർന്നു പിടിച്ചതിനോടനുബന്ധിച്ച് നടത്തിയ ശുചീകരണ പ്രവർത്തനങ്ങൾ വേണ്ടത്ര ഫലപ്രദമായി എന്ന് പറയാൻ കഴിയില്ല. ശുചിത്വ പ്രവർത്തനങ്ങൾ മാറ്റിവെക്കേണ്ട ഒന്നല്ല. ഇതിനായി തുടർച്ചയായുള്ള ഒരു കർമ്മ പദ്ധതി തന്നെ വേണം. ശുചീകരണം വെറും ദിനാചരണങ്ങളുടെ ഭാഗമായി മാത്രം മാറരുത്. കൃത്യമായ ലക്ഷ്യത്തോടെ സമയബന്ധിത പ്രവർത്തനമായി നടത്തണം. ഉറവിട മാലിന്യ സംസ്കരണത്തിന് പ്രാധാന്യം നൽകണം. വീട്ടിൽ തന്നെ മാലിന്യം സംസ്കരിക്കേണ്ടതിന്റെ ആവശ്യകത ജനങ്ങളെ ബോധ്യപ്പെടുത്തണമെന്നും മന്ത്രി പറഞ്ഞു. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന അവലോകന യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറശ്ശേരി അധ്യക്ഷത വഹിച്ചു. MLA-മാരായ A. പ്രദീപ്കുമാർ, VKC മുഹമ്മദ് കോയ, PT റഹീം, AK ശശീന്ദ്രൻ, കാരാട്ട് റസാഖ്, കളക്ടർ UV ജോസ്, ജില്ലാ പ്ലാനിംഗ് ഓഫീസർ MA ഷീല തുടങ്ങിയവർ സംബന്ധിച്ചു. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. I need is you by my side, so shine forever, world's finest gold. You will never be far, like stars on the night sky, raining deep in my heart. Chemanur. Bobby Chemanur International Jewelers. അതല്ല, ഇതാ Royal weddings for every Indian bride. Malabar Gold and Diamonds.
വാർത്തകൾ തുടരുന്നു. ഏഷ്യൻ അത്ലറ്റിക് മീറ്റിൽ സ്വർണ്ണ കിരീടം നേടിയ ഇന്ത്യൻ കായിക താരങ്ങൾക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ച് ബേപ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും കായിക താരങ്ങളും ഘോഷയാത്ര നടത്തി. പ്രധാന അധ്യാപിക വി ജീജ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഏഷ്യൻ അത്ലറ്റിക് മീറ്റിൽ കിരീടം നേടിയ ഇന്ത്യൻ കായിക താരങ്ങൾക്ക് അഭിവാദ്യമർപ്പിച്ച് സ്കൂൾ വിദ്യാർത്ഥികൾ നടത്തിയ ഘോഷയാത്ര ശ്രദ്ധേയമായി. ബേപ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും കായിക താരങ്ങളുമാണ് സ്കൂൾ പരിസരത്ത് ബാൻഡ് വാദ്യമേളങ്ങളുടെ അകമ്പടിയിൽ ഘോഷയാത്ര നടത്തിയത്. പ്രധാന അധ്യാപിക വി ജീജ ഫ്ളാഗ് ഓഫ് ചെയ്തു. PTA പ്രസിഡന്റ് രാജീവൻ മാടായി, മുരളി ബേപ്പൂർ, UP സാബിറ, ജോബി ആൽബർട്ട്, PP രാജേഷ്, PR സ്മിത, CM ശശി, C ഭാസ്കരൻ, K ബിന്ദു, KK സുരേന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി. ഇടതുപക്ഷ നാടക പ്രവർത്തകരുടെ സംഘടനയായ നാടക സംഘം CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ബേബി ജോൺ ഉദ്ഘാടനം ചെയ്തു. സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാക്കളായ A ശാന്തകുമാർ, കോഴിക്കോട് ശാരദ എന്നിവർക്ക് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറശ്ശേരി ഉപഹാരങ്ങൾ നൽകി. പ്രതിരോധത്തിന്റെ സർഗവസന്തം തീർത്ത് കോഴിക്കോട്ടെ ഇടതുപക്ഷ നാടക പ്രവർത്തകരുടെ സംഘടനയായ ജനകീയ നാടക സംഘത്തിന് തുടക്കം. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ബേബി ജോൺ ഉദ്ഘാടനം ചെയ്തു. മാറ്റത്തിനു വേണ്ടി പടപൊരുതുന്ന മനുഷ്യന്റെ കയ്യിലെ സമരായുധമായിരുന്നു നാടകമെന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ നാടകം ഇന്ന് മനുഷ്യജീവിതത്തിൽ നിന്ന് അകന്ന് വെറും വിൽപ്പന ചരക്കായി മാറി. ദൈവവും രാജാക്കന്മാരും അടക്കിമാണ് അരങ്ങിനെ മനുഷ്യന്റേതാക്കി മാറ്റിയത് നാടകമാണ്. മനുഷ്യജീവിതത്തിന്റെ കഥ പറഞ്ഞിരുന്ന നാടകങ്ങൾ ഇന്ന് വിടുവായത്തത്തിന്റെ വാചകമടികൾ മാത്രമായി. എരിപൊരി കൊള്ളുന്ന ഡയലോഗ് മാത്രമാണ് നാടകമെന്നതിലേക്ക് നമ്മുടെ നാടകങ്ങൾ ചുരുങ്ങി. കമ്പോളത്തിലെ ഒരു ചരക്ക് മാത്രമായി ഇന്നത്തെ നാടകങ്ങൾ ചുരുങ്ങിയെന്നും ബേബി ജോൺ പറഞ്ഞു. സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവായ A ശാന്തകുമാർ, കോഴിക്കോട് ശാരദ എന്നിവർക്ക് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറശ്ശേരി ഉപഹാരങ്ങൾ സമർപ്പിച്ചു. ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിൽ ജാനമ കുഞ്ഞുണ്ണി അധ്യക്ഷത വഹിച്ചു. ജനകീയ നാടക സംഘം പ്രസിഡന്റ് മാവൂർ വിജയൻ നയരേഖയും വൈസ് പ്രസിഡന്റ് MC സന്തോഷ് കുമാർ പ്രമേയവും അവതരിപ്പിച്ചു. ഡോക്ടർ U ഹേമന്ത് കുമാർ, മാധവൻ കുന്നത്തറ, ഡോക്ടർ K ശ്രീകുമാർ, റഫീഖ് മംഗലശ്ശേരി, കരുണാകരൻ പറമ്പിൽ, രാധാകൃഷ്ണൻ പേരാമ്പ്ര തുടങ്ങിയവർ സംബന്ധിച്ചു. ഗിരീഷ് കളത്തിൽ രചനയും സംവിധാനവും നിർവഹിച്ച് DYFI പുത്തൂർ മഠ മേഖലാ കമ്മിറ്റി അവതരിപ്പിച്ച മൂരി നാടകവും അരങ്ങേറി. നീലേരി ലോഹിതാക്ഷൻ അനുസ്മരണ സമ്മേളനവും EMS വായനശാല ഉദ്ഘാടനവും ഒടുമ്പ്ര ബസാറിൽ നടന്നു. CPM ജില്ലാ കമ്മിറ്റി അംഗം KT കുഞ്ഞിക്കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഒടുമ്പ്ര ബസാറിൽ സഖാവ് N ലോഹിതാക്ഷൻ അനുസ്മരണ സമ്മേളനവും EMS വായനശാല ഉദ്ഘാടനവും നടന്നു. ഒടുമ്പ്ര ബസാറിൽ നടന്ന ചടങ്ങിൽ വായനശാല ഉദ്ഘാടനം സഖാവ് KT കുഞ്ഞിക്കണ്ണൻ നിർവഹിച്ചു. സ്മരണകളിലേക്ക് കയ്യെത്തിപ്പിടിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രക്രിയ എന്ന് പറഞ്ഞാൽ അനുസ്മരണം എന്ന് പറയുന്നത് ചരിത്രബോധത്തെ തിരിച്ചു കൊണ്ടുവരുന്ന ഒന്നാണ്. മഹാനായ മാസ് പറഞ്ഞത് വർത്തമാന പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ നമ്മൾ ഈ പ്രതിസന്ധിക്ക് മുമ്പിൽ ആരെയൊക്കെ കൂട്ടിയാൽ രക്ഷപ്പെടാമെന്ന് ചിന്തിക്കുകയല്ല. അതാണ് ഇപ്പോൾ നടക്കുന്നൊരു ചർച്ച. നമുക്ക് ഈ ഘട്ടത്തിൽ ആരെങ്കിലുമൊക്കെ കൂട്ടി രക്ഷപ്പെടേണ്ടതുണ്ട്. അതൊരു കമ്മ്യൂണിസ്റ്റ് ശൈലിയല്ല, കമ്മ്യൂണിസ്റ്റ് രീതിയല്ല. അതിനപ്പുറത്ത് എന്താണ്, ചരിത്രത്തിൽ നിന്ന് ഇതുപോലെ പ്രതിസന്ധി നിർഭരമായ സന്ദർഭങ്ങളെ എങ്ങനെയാണ് മനുഷ്യ സമൂഹം, എങ്ങനെയാണ് തൊഴിലാളി വർഗം, എങ്ങനെയാണ് അധ്വാനിക്കുന്നവരുടെ സ്വതന്ത്ര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നേരിട്ടുള്ളത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണം. MP ഫൈസൽ ലോഹിതാക്ഷൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഒടുമ്പ്രയിൽ പ്രവർത്തിക്കുന്ന AKG മന്ദിരത്തിൽ സജ്ജീകരിച്ച വായനശാലയിൽ ഇതിനോടകം 200-ലധികം പുസ്തകങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പ്രദേശത്തുകാരിൽ നിന്നും സൗജന്യമായാണ് പുസ്തകങ്ങൾ ശേഖരിച്ചത്. തുടർ ദിവസങ്ങളിൽ തന്നെ പുസ്തകങ്ങളുടെ എണ്ണം 5000 ആയി ഉയർത്താനുള്ള പ്രവർത്തനങ്ങൾ നടത്തിവരികയാണെന്ന് വായനശാല പ്രവർത്തകർ പറഞ്ഞു. ഇന്ത്യയുടെ മഹത്തായ പൈതൃകവും പാരമ്പര്യവും കാത്തുസൂക്ഷിക്കാൻ മുജാഹിദ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്ന ഒരേ ഒരു ഇന്ത്യ ഒരൊറ്റ ജനത എന്ന മുദ്രാവാക്യത്തോടെ വിസ്ഡം പ്രചരണം ജൂലൈ 21 മുതൽ ആരംഭിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.
ജൂലൈ 21 തിരുവനന്തപുരത്ത് വെച്ച് ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമാകും. സെമിനാറുകൾ, വിവിധ ഭാഷകളിൽ ബോധവൽക്കരണ മെറ്റീരിയൽസ്, ഗൃഹസന്ദർശനം, വിദേശ രാഷ്ട്രങ്ങളിൽ ഇസ്ലാഹി സെന്ററുകൾ കേന്ദ്രീകരിച്ച് സെമിനാറുകൾ, പാനൽ ഡിസ്കഷൻ, ക്യാമ്പസ് ബോധവൽക്കരണം, സർവകക്ഷി ബോധവൽക്കരണ സംഗമങ്ങൾ തുടങ്ങിയ പരിപാടികൾ സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കും. ജൂലൈ 22 കോഴിക്കോട് വെച്ച് പ്രവാസി സംഗമം നടക്കും. ഇസ്ലാമിക പ്രമാണങ്ങളിൽ നിന്നും അകന്ന കാരണത്താൽ മൃതദേഹം മാസങ്ങളോളം വീട്ടിൽ സൂക്ഷിച്ച ദുരന്ത വാർത്തയുടെ പശ്ചാത്തലത്തിൽ ശക്തമായ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ബഹുജന സംഗമം ജൂലൈ 14 വെള്ളിയാഴ്ച കൊളത്തൂരിൽ നടക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ആഗോള കമ്മ്യൂണിക്കേഷൻ മാർക്കറ്റിംഗ് സ്ഥാപനമായ ഹവാസിന്റെ മീഡിയ ഗ്രൂപ്പ് പരസ്യ ഏജൻസിയായ IMC അഡ്വർടൈസിംഗുമായി കൈകോർക്കുന്നു. ഇതോടെ IMCയുടെ സ്വാധീനം ആഗോളാടിസ്ഥാനത്തിൽ വികസിപ്പിക്കാൻ കഴിയുമെന്ന് ചെയർമാൻ MP അഹമ്മദ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ആഗോള കമ്മ്യൂണിക്കേഷൻ മാർക്കറ്റിംഗ് സ്ഥാപനമായ ഹവാസ് ഗ്രൂപ്പിന്റെ മീഡിയ വിഭാഗമായ ഹവാസ് മീഡിയ ഗ്രൂപ്പ് ദക്ഷിണേന്ത്യൻ വിപണിയിൽ സ്വാധീനം ശക്തമാക്കുന്നതിനായി മലബാർ ഗ്രൂപ്പിന്റെ അഡ്വർടൈസിംഗ് ഏജൻസിയായ IMC അഡ്വർടൈസിംഗുമായി കൈകോർക്കുന്നു. ഹവാസ് ഇന്റഗ്രേറ്റഡ് മീഡിയ ഗ്രൂപ്പുമായി ചേരുന്നതിലൂടെ IMC അഡ്വർടൈസിംഗിന്റെ പ്രബലമായ പ്രാദേശിക സ്വാധീനം ആഗോളാടിസ്ഥാനത്തിൽ വികസിപ്പിക്കുന്നതിനും സ്ഥാപനത്തിന്റെ കഴിവുകൾ വിശാലമാക്കാനും കഴിയുമെന്ന് IMC അഡ്വർടൈസിംഗിന്റെയും മലബാർ ഗ്രൂപ്പിന്റെയും ചെയർമാൻ MP അഹമ്മദ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഏകദേശം 30 വർഷത്തോളം ഏതാണ്ട് 130 കൺട്രീസിൽ ഹവാസ് മീഡിയക്ക് സാന്നിധ്യമുണ്ട്. ഇന്ത്യക്കകത്തും പുറത്തും കൂടുതൽ സ്വാധീനം ഉറപ്പിക്കാനും മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ബ്രാൻഡ് വിപുലീകരിക്കുന്നതിനും ഈ സഹകരണം സഹായകമാകും. കോഴിക്കോട് തുടങ്ങിയ സ്ഥാപനമാണ് IMC അഡ്വർടൈസിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ്. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലബാർ ഡെവലപ്പേഴ്സ്, ഇഹം ഡിജിറ്റൽ, മലബാർ വാച്ചസ്, നിരായി ഫുഡ് കോർട്ട്, കോസ്മോ സ്പോർട്സ് തുടങ്ങിയ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ളവ IMC അഡ്വർടൈസിംഗിന്റെ ഇടപാടുകാരാണ്. ഹവാസ് മീഡിയ ഗ്രൂപ്പ് CEO അനിത നയ്യാർ, IMC മാനേജിംഗ് ഡയറക്ടർ AV ഭാനുപ്രകാശ്, ഹവാസ് മീഡിയ ഗ്രൂപ്പ് MD മോഹിത് ജോഷി, മലബാർ ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ AK നിഷാദ്, KP നാരായണൻ, ഉമ്മർകുട്ടി തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നരിക്കുനി ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ ആഭിമുഖ്യത്തിൽ കമ്മ്യൂണിറ്റി റെസ്ക്യൂ വളണ്ടിയർ സ്കീം രൂപീകരിച്ചു. നരിക്കുനി മൃഗാശുപത്രി കെട്ടിടത്തിൽ നടന്ന ചടങ്ങ് കൊടുവള്ളി MLA കാരാട്ട് റസാഖ് ഉദ്ഘാടനം ചെയ്തു. നരിക്കുനി ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷന്റെ ആഭിമുഖ്യത്തിൽ കമ്മ്യൂണിറ്റി റെസ്ക്യൂ വളണ്ടിയർ സ്കീം രൂപീകരിച്ചു. ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് തലത്തിൽ കർമ്മസമിതി രൂപീകരിച്ച് അത്യാഹിതമുണ്ടാവുന്ന സ്ഥലങ്ങളിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ എത്തുന്നതിന് മുൻപ് നാട്ടുകാർക്ക് ചെയ്യുവാൻ കഴിയുന്ന കാര്യങ്ങൾ അവബോധം സൃഷ്ടിക്കുകയാണ് സ്കീമിന്റെ ലക്ഷ്യം. നരിക്കുനി മൃഗാശുപത്രി കെട്ടിടത്തിൽ നടന്ന ചടങ്ങ് കൊടുവള്ളി MLA കാരാട്ട് റസാഖ് ഉദ്ഘാടനം ചെയ്തു. നരിക്കുനി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വബിത PK അധ്യക്ഷം വഹിച്ചു. ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ അരുൺ ഭാസ്കർ ക്ലാസ് എടുത്തു. വൈസ് പ്രസിഡന്റ് അബ്ദുൽ ജബ്ബാർ, ആമിന ടീച്ചർ, ഫസൽ മുഹമ്മദ്, സ്റ്റേഷൻ മാസ്റ്റർ ജാഫർ തുടങ്ങിയവർ സംബന്ധിച്ചു. 28ാമത് ഭീമ ബാലസാഹിത്യ അവാർഡിന് RCCയിലെ അത്ഭുത കുട്ടികൾ പുസ്തകം രചിച്ച കൈരളി TV സീനിയർ ന്യൂസ് എഡിറ്റർ K രാജേന്ദ്രൻ അർഹനായി. കുട്ടികളുടെ വിഭാഗത്തിലുള്ള സ്വാതി കിരൺ സ്മാരക ഭീമ അവാർഡ് തൃശൂർ നടവരമ്പ് ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി MM കാളിദാസ് രചിച്ച ഒരു ഓർമ്മപ്പെടുത്തൽ എന്ന പുസ്തകത്തിനാണ്. അവാർഡുകൾ ഈ മാസം 27-ന് വിതരണം ചെയ്യും. 28ാമത് ഭീമ ബാലസാഹിത്യ അവാർഡുകൾ പ്രഖ്യാപിച്ചു. RCCയിലെ അത്ഭുത കുട്ടികൾ പുസ്തകം രചിച്ച കൈരളി TV സീനിയർ ന്യൂസ് എഡിറ്റർ K രാജേന്ദ്രൻ അവാർഡിന് അർഹനായി. ജേതാവിന് 70,000 രൂപ ക്യാഷ് അവാർഡ് ലഭിക്കും. കുട്ടികളുടെ വിഭാഗത്തിനുള്ള സ്വാതി കിരൺ സ്മാരക ഭീമ അവാർഡ് തൃശൂർ നടവരമ്പ് ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി MM കാളിദാസ് രചിച്ച ഒരു ഓർമ്മപ്പെടുത്തൽ എന്ന പുസ്തകത്തിനാണ്. 10,000 രൂപ ക്യാഷ് അവാർഡിനു പുറമെ 2 പേർക്കും കാനായി രൂപകൽപ്പന ചെയ്ത ശില്പവും പ്രശംസാ പത്രവും ലഭിക്കും. അവാർഡുകൾ ജൂലൈ 27 വ്യാഴാഴ്ച വൈകിട്ട് 4 മണിക്ക് അളകാപുരി ഓഡിറ്റോറിയത്തിൽ വിതരണം ചെയ്യും. പ്രശസ്ത നോവലിസ്റ്റ് M മുകുന്ദൻ മുഖ്യാതിഥിയാകും. കേരള ഗാന്ധി സ്മാരക നിധി ചെയർമാൻ ഡോക്ടർ N രാധാകൃഷ്ണൻ ഭീമ അനുസ്മരണ പ്രഭാഷണം നടത്തുമെന്നും സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഭരണത്തിന്റെയും പോലീസിന്റെയും തണലിൽ നിയമവാഴ്ച തകർക്കാനുള്ള CPM ശ്രമങ്ങളെ ജനം ഒറ്റക്കെട്ടായി തോൽപ്പിക്കുമെന്ന് മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റി. കഴിഞ്ഞ ദിവസം നന്ദിയിൽ നടന്ന ആക്രമണം ഇതിന്റെ ഭാഗമാണെന്ന് ഉമ്മർ പാണ്ടികശാല. കർഷകർക്ക് നൽകേണ്ട ആനുകൂല്യങ്ങൾ നൽകാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്ന് DKTF സംസ്ഥാന പ്രസിഡന്റ് ജോയ് മാളിയേക്കൽ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കർഷകരുടെ ധർണ. സബ് ജൂനിയർ സ്റ്റേറ്റ് ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന് കോഴിക്കോട് തുടക്കം.
ഈ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers. 5 കോടിയിൽ പരം രൂപയുടെ നെഹ്റു വിജ്ഞാൻ സ്കോളർഷിപ്പുകൾ. നെഹ്റു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്.